സാറേ സാബുവും ജേക്കബ് പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണല്ലേ. ഇപ്പതാ കോടതിയിൽ അദ്ദേഹം ഒരു ഹർജി നൽകി. ആ ഹർജി ഇപ്പൊ കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ഒരു ഉഗ്ര നിർദ്ദേശം നൽകിയിരിക്കുന്നു. റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ രേഖകളും ഹാജരാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൈസൻസ്, ബ്രോഡ്കാസ്റ്റ് ലൈസൻസ് റിപ്പോർട്ടർ ചാനൽ ഇല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ യഥാർത്ഥ ഉടമ നികേഷ് കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ്. അവർ രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ കമ്പനിക്കാണ് ഇതിന്റെ പിന്നെ അതോറിറ്റി ഉള്ളത് അവർക്കാണ് എന്നാണ് പറയുന്നത്. ആ അതോറിറ്റി കട്ട് ചെയ്തോ. ഓക്കെ, അതോറിറ്റി അവർക്കാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യം, ഇത്രയും നാൾ ഈ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? അല്ലെ, ലൈസൻസ് ഇല്ലാത്ത, ബ്രോഡ്കാസ്റ്റ് ലൈസൻസ് ഇല്ലാത്ത ഒരു ചാനൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക? ഇപ്പോ മലയാളത്തിൽ തുടങ്ങാനിരുന്ന ഒരു ചാനൽ ലൈസൻസ് കിട്ടാത്തത് കൊണ്ട് കേരളത്തിന് പുറത്ത് പോയിരിക്കുകയാണ്. ഒരു വലിയ പേരെടുത്ത ഒരു ചാനല് ഇപ്പൊ ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് കേരളത്തിന് പുറത്താണ് ഇപ്പൊ അതിന്റെ സ്റ്റുഡിയോയും കാര്യങ്ങളും. കാരണം കേരളത്തിൽ ചാനൽ തുടങ്ങാനുള്ള ലൈസൻസ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ ഇത്രയും നാള് ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് തുടർന്ന് പ്രവർത്തിച്ചത്? ഇതിലെന്തെങ്കിലും കള്ളമുണ്ടോ? കള്ളമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് കേന്ദ്രം എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ഈ ചാനലുകളുടെ കളികളെല്ലാം തന്നെ നിരീക്ഷിച്ചു വരികയാണ്. മീഡിയ വണ്ണിനെ അങ്ങനെയാണ് പിടികൂടിയത്. മീഡിയ വണ്ണിനെ 2 ദിവസത്തേക്ക് ബ്ലാക്ക് ഔട്ടായിരുന്നല്ലോ, ഒന്നും വന്നില്ലല്ലോ. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് എന്തൊരു പ്രക്ഷോഭമായിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നു കയറും ബുദ്ധിജീവികളെല്ലാം കൂടെ എന്തൊരു അരാജകാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ച്. അനാർക്കി, ബഹളം, ഭരണഘടനയെ ലംഘിക്കുന്നു, ഇത് ജനാധിപത്യത്തെ ലംഘിക്കുന്നു, സിന്ദാബാദ്, ആസാദി 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 എന്നും പറഞ്ഞ് എന്താ കുന്തമെന്ന് മനസ്സിലാക്കുക. ചുമ്മാ അങ്ങ് പ്രക്ഷോഭം നടത്തിയേക്കുക. ഈ മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ നിലനിൽക്കാൻ അർഹമായിട്ടുള്ള ചാനലല്ല വാസ്തവത്തിൽ. ഇത് ഞാൻ പറയുന്നതല്ല, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്ന കാര്യമാണ്. ധൈര്യമായിട്ട് മറ്റാർക്കും പറയാൻ ധൈര്യമില്ലെന്നേ ഉള്ളൂ. മാധ്യമം പത്രവും ഇത് തന്നെ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കാത്ത ഒരു സംഘടനയുടെ പത്രമാണ്. ഭരണഘടനയിൽ വിശ്വസിച്ചുകൊണ്ട് ആണയിട്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഏതൊരു പത്രത്തിനും ലൈസൻസ് നൽകൂ. പിന്നെ എങ്ങനെ ഇതിന് കിട്ടി? ചോദ്യം നമ്പർ 1. രണ്ടാമത്തെ ചോദ്യം, റിപ്പോർട്ടർ ചാനലിൻ്റെ പക്ഷേ അത് ഭരണഘടനയുടെ ലംഘനമൊന്നുമില്ല. അതിൽ ഭരണഘടനയെ വിശ്വസിക്കുന്നവരാണ്. ഇപ്പോൾ നികേഷ് കുമാർ ആയാലും ശരി, ഇവിടെ ഭരണഘടന പോരാന്നുള്ള അഭിപ്രായക്കാരനായിട്ട് പരസ്യമായിട്ട് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭരണഘടനയെ വിശ്വസിക്കാത്ത പാർട്ടിയാണെന്നുള്ളത് നമുക്കറിയാം. ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലൂടെ ഈ ഭരണഘടനയും അതുവഴി ഇപ്പോൾ സർക്കാരിനെയും അട്ടിമറിച്ചുകൊണ്ട് ഭരണം സ്ഥാപിക്കണമെന്ന് പറയുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൽ വിശ്വസിച്ചിരുന്ന, അതിൻ്റെ സ്ഥാനാർത്ഥിയാവുകയും മെമ്പറാവുകയും ഒക്കെ ചെയ്ത ആളാണ് MP നികേഷ് കുമാർ. അതേ പാർട്ടി തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ എടുത്തിട്ട് പുഴുവിനെ പോലെ അല്ലെങ്കിൽ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ടും അദ്ദേഹത്തിനൊരു പ്രശ്നവുമില്ല, പിന്നെയും കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നടക്കുക. ഇപ്പം നാണമില്ലാത്തവൻ്റെ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റുകയില്ല. പക്ഷേ ലൈസൻസ് ഇല്ലാത്തവൻ്റെ കാര്യത്തിൽ ഇടപെട്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഉളുപ്പില്ലാത്തവൻ്റെ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റും. ചിരിച്ചിട്ട് കാര്യമില്ല. അതാണ് സംഭവം. പക്ഷേ ലൈസൻസ് ഇല്ലാത്തവൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ കണ്ണടച്ചിരിക്കാൻ പറ്റുകയില്ല. ഒരു ചാനലിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യാജ വാർത്തകൾ നിർമ്മിച്ച് വ്യാജ വാർത്തകളുടെ ഒരു ഫാക്ടറിയാണതല്ലെങ്കിൽ തന്നെ അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് കള്ളനോട്ട് ഇറക്കുന്ന പോലെ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ കൂടെ വരുന്ന വാർത്തകളെല്ലാം കള്ളനോട്ടുകളാണ് എന്ന് തന്നെ എൻ്റെ അർത്ഥം. ഇപ്പോൾ പറയുന്നത് എന്താ? റിപ്പോർട്ടർ ചാനലിൻ്റെ MP നികേഷ് കുമാറിനും ഏഷ്യൻ ന്യൂസോ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ചേർന്നുള്ള ഒരു ചാനലുണ്ട്, ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ. അത് ചുമ്മാ കമ്പനിക്ക് ഇടുന്ന പേരാ. ഉദാഹരണത്തിന് ഞാൻ പറയാം, കൈരളി ന്യൂസ് ചാനലുണ്ടല്ലോ, അതിൻ്റെ പേര് മലയാളം ചാനലിന് ഇടാനായിരുന്നു പരിപാടി. അതിനാണ് അവർ ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. കേന്ദ്രം പറഞ്ഞു പോയി പണി നോക്കിക്കോ. ആ പരിപാടി മലയാളം ഇടാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ദൂരദർശൻ്റെ ഒരു ചാനലിന്, അതിൻ്റെ ആ റീജിയണൽ ചാനലിന് അവർ കൊടുത്ത പേരാണ് മലയാളം എന്നുള്ളത്. കേരളം, മലയാളം 2 ചാനലാണ് ദൂരദർശനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പേര് ഞങ്ങളിങ്ങ് എടുത്തു കഴിഞ്ഞു. ഇനി വേറെ വല്ല പേരും ഉണ്ടെങ്കിൽ പറ. അങ്ങനെയാണ് കൈരളി ആക്കിയത്. മനസ്സിലായോ? പക്ഷേ ആ കമ്പനിയുടെ പേര് ഇപ്പോഴും മലയാളം കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കിടക്കും എന്ന് പറയുന്ന പോലെ കിടക്കുന്ന ഒരു പേരായത്. പക്ഷെ ഉടമസ്ഥൻ മാറി. കൈരളിയുടെ ഉടമസ്ഥാവകാശം മാറിയിട്ടില്ല. ഇവിടെ ഉടമസ്ഥാവകാശം മാറുമ്പോൾ എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, അതുകൊണ്ടാണ് സാറിനോട് ചോദിക്കുന്നത്. ഇവിടെ നികേഷ് സാറിന്റെ കയ്യിലിരുന്ന ചാനല് ഇപ്പോഴത്തെ MD വാങ്ങി. അപ്പൊ ഈ വാങ്ങുമ്പോ ഈ ചാനൽ അവകാശം കൂടി ഇങ്ങോട്ട് കൊടുക്കണ്ടേ അല്ലേ? ചാനൽ അവകാശമല്ല, പുതുതായിട്ട് തുടങ്ങുമ്പോൾ പുതിയൊരു മാനേജ്മെന്റും പുതിയ ഉടമസ്ഥനുമാണെങ്കിൽ അവർക്ക് വീണ്ടും ലൈസൻസിന് അപേക്ഷിക്കേണ്ടി വരും.
അല്ല മറ്റവരുടേത് അങ്ങനെ ഈ ലൈസൻസ് അങ്ങനെ പകർപ്പവകാശമായിട്ട് കൊടുക്കാവുന്ന ഒരു വസ്തുവല്ല. അതാണല്ലോ പത്രങ്ങളിലൊക്കെ പുതിയ ലൈസൻസോട് കൂടിയേ തുടങ്ങാൻ പറ്റൂ എന്നുള്ളതാണ്. ഇപ്പോൾ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ അച്ഛൻ മകൻ എന്നുള്ള രീതിയിൽ മാതൃഭൂമിയോ മനോരമയോ പോലെ വരുവാണെങ്കിൽ പുതിയ ലൈസൻസിന്റെ ആവശ്യമില്ല. പക്ഷേ ഇത് വാങ്ങിച്ചതാണ്, ഒരു വിൽപ്പനയാണ് നടന്നിരിക്കുന്നത്. വിൽപ്പന വരുമ്പോൾ ലൈസൻസ് വിൽക്കാൻ പറ്റുന്നതല്ല. മനസ്സിലായില്ലേ? കാറിന്റെ ഒക്കെ ലൈസൻസ് എന്ന് പറയുമ്പോൾ നമ്പരും ഒക്കെ അതേപോലെ തന്നെ വിൽക്കാൻ പറ്റും. ട്രാൻസ്ഫർ ഇപ്പോഴും അവിടെ ഒരു ഓർഡർ പരസ്പരം ഇത് ഞങ്ങൾ കൈമാറ്റം ചെയ്തതാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പേപ്പർ വർക്ക് ഉണ്ട് അവിടെ. അതിന്റെ വെഹിക്കിൾ ട്രാൻസ്ഫറിന്റെ ഒരു പേപ്പർ നമ്മൾ ബോണ്ട് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ വലിയ അബദ്ധമാണ്. കാരണം ഓണർ മറ്റേയാളായിട്ടിരിക്കും. എന്തെങ്കിലും ആവണം പറ്റി ആർക്കെതിരെയാ കേസ് വരുന്നത്? ആദ്യം ഇങ്ങനെ ആക്കാൻ പറ്റുന്നതല്ല. ഇവിടെ ഇപ്പോൾ ഒരു വാർത്ത ഇതിനകത്ത് കൊടുത്താൽ അതിന്റെ ഉത്തരവാദി ആരും ഇപ്പൊ ആരും ഇല്ല ഉത്തരവാദി. അതുകൊണ്ടാണ് ഇവർക്ക് വ്യാജ വാർത്തകൾ ഇത്രയും അതിനകത്ത് വരുന്നതെന്ന് തോന്നുന്നു. വായി തോന്നുന്നതല്ല. ഇത് ശരിക്കും പറഞ്ഞ ആൻഡോ അഗസ്റ്റിൻ, 2 അഗസ്റ്റിൻ സഹോദരന്മാരുണ്ടല്ലോ, തടിവെട്ട് കേസിലെ പ്രതികൾ. അവർ ചാനലങ്ങ് വിലയ്ക്ക് വാങ്ങിച്ചാൽ ചാനലിൻ്റെ ഒരു ബലം ഉള്ളതുകൊണ്ട്, മസിലുണ്ട്, അതുകൊണ്ട് ഇനിയും പോലീസുകാരും പിടിക്കാൻ വരില്ല എന്നൊരു ബോധ്യത്തോടു കൂടി അവർ കാണിച്ച ഒരു അതിബുദ്ധിയാണിത്. എന്നിട്ടാണ് വൈകുന്നേരം വന്ന് 8 മണിക്ക് ചർച്ചയിലിരുന്നുകൊണ്ട് തൻ്റെ മുഖം ഒന്ന് കാണിച്ചാൽ പൊളിറ്റിക്കൽ ക്ലൗട്ട് കിട്ടും, അങ്ങനെ പോലീസുകാർ വരത്തില്ല, രാഷ്ട്രീയമായിട്ട് തനിക്കൊരു സംരക്ഷണം കിട്ടും, ഗോഡ് ഫാദർ ഉണ്ടാവും എന്ന് വിചാരിച്ച് വന്നിരുന്ന പരിപാടിയാണ്. പക്ഷേ ഇയാൾക്ക് ഈ കച്ചവടക്കാരനാണെങ്കിലും ബുദ്ധിയില്ല, ലൈസൻസ് മാറ്റി വാങ്ങിക്കണം എന്നുള്ളത് തോന്നിയില്ല. അങ്ങനെയാണ് സാബുജി എം ജേക്കബ് എന്ന് പറയുന്ന ബുദ്ധിയുള്ള വ്യവസായിയാണ്. അല്ലെങ്കിൽ ഇത്രയും ലാഭം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം അത് ബുദ്ധിപൂർവ്വം കൊണ്ട് കേസ് കൊടുത്തു. ഇപ്പോൾ കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുക ലൈസൻസ് ഉണ്ടോ ഇല്ലയെന്ന്. കേന്ദ്രം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് എത്ര വ്യാജ ഡോക്ടർമാരുണ്ട്? ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്ക് എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? കേന്ദ്രം അതുപോലാണ്, ഈ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കാത്തതെന്ന് പരാതി കിട്ടണം. ഇപ്പോൾ ആ പരാതിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പരാതി കിട്ടിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം പരിശോധിക്കാൻ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സെർച്ച് വാറന്റ് ഇടും. നിങ്ങളുടെ ലൈസൻസ് കാണിക്കാൻ പറയും. കാണിച്ചില്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ്, അതിന് പ്രവർത്തനം നിരോധിക്കാം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല. സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തിയേറ്ററിൽ വരാൻ പറ്റുമോ എന്ന് പറയുന്ന പോലെയാണ് ഒരു ചാനലിന് ലൈസൻസ്, ഓതറൈസ്ഡ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അപ്പം ഇത് ഈ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ധന്യയുടെ പാസ്പോർട്ട് എടുത്തോണ്ട് എനിക്ക് വിദേശത്ത് പോകാൻ പറ്റുമോ? ഇതുപോലുള്ള പരിപാടിയാണ് അവിടെയും. തടിവെട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല കാര്യം, ലൈസൻസിന്റെ കാര്യത്തിലും കള്ളത്തരം ഉണ്ടെന്നാണ് ഈ കേസ്. സംശയം, ഈ ചാനൽ ഇത്രയും ഉയർന്ന റേറ്റിംഗിലൊക്കെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് ആരെങ്കിലും പണിയെടുത്തതാണോ സാബു എം ജേക്കബിനെ വെച്ചിട്ട്? അല്ല, പണി റേറ്റിംഗ് ഉണ്ടെന്നുള്ളത് വേറൊരു കാര്യം, ലൈസൻസ് ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. രണ്ട് കേസാണ്. റേറ്റിംഗ് ഉയർന്നോട്ടെ, അത് കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് വലിയ നിരതദ്രവ്യം കെട്ടിവെക്കേണ്ടി വരും. കാരണം ഇതുവരെയുള്ള ലാഭം അനാവശ്യമായിട്ട് ലൈസൻസ് ഇല്ലാതെ എടുത്തതിൻ്റെ ഉണ്ടായ ലാഭം മുഴുവൻ ഗവൺമെൻറ്റിലേക്ക് അവർ കണ്ടുകെട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല. അറ്റാച്ച് ചെയ്യപ്പെടാനുള്ള സാധ്യതയും പറ്റിക്കളയാൻ. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഡോക്ടർ ഉണ്ടാക്കിയ വരുമാനം മുഴുവൻ EDക്ക് വന്ന് പിടിച്ചെടുക്കാം. കാരണം ലൈസൻസ് ഇല്ലാതാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. വലിയ കുരുക്കിലാവും റിപ്പോർട്ടർ ചാനൽ അൺലൈസൻസ്ഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വ്യാജ ഡോക്ടർ എന്നല്ലേ അവരെ പറയുന്നത്. അപ്പോൾ ഇതൊരു വ്യാജ ചാനലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.